വിഷ്ണു എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ആ പാവ അച്ഛനോട്? അച്ഛൻ അറ്റാക്ക് വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നോട് ആരാ ഡിവോഴ്സ് പേപ്പർ പൊക്കി പിടിച്ചോണ്ട് അച്ഛനടുത്ത് പോകാൻ പറഞ്ഞത്? എന്റെ അവസ്ഥ അതിന് കാരണം. ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നത് വല്ലതും നിനക്കറിയോ? നിനക്ക് നിന്റെ അച്ഛനും അമ്മയും പറയുന്നതാണല്ലോ വേദം. നിന്റെ ഭാര്യയായി പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് ഇത്ര അനുഭവിക്കുന്നത്. അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അച്ഛനെ കാണാൻ പോയത്. അതൊക്കെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയോ? നീ ആദ്യം പറയുന്നത് മനസ്സിലാക്ക്. ഇവിടെ അച്ഛന്റെ അമ്മയുടെ മകളാണ് നീ. രണ്ടുപേരും നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നല. അമ്മയ്ക്കാണെങ്കിൽ എന്നെ തീരെ താല്പര്യമില്ല. എപ്പോഴും ഓരോന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളെപ്പോലെ വലിയ കാശില്ലാത്ത വീട്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും എപ്പോഴും ഒരു വേർതിരിവ്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാതെയാ ഞാൻ അവസാനം ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ എനിക്ക് ഡിവോഴ്സ് വേണമെന്നൊന്നും ഇല്ലായിരുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇതിനൊക്കെ കാരണം അമ്മയാ. അവർക്ക് എന്നെ പണ്ടേ വേണ്ട. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടണം. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്. ആ അമ്മ, ഇതാ വരുന്നു. ഹലോ. വിഷ്ണുവിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടേ. വൈകുന്നേരത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടണം കേട്ടോ. അമ്മ ഞാനോ? ഒറ്റയ്ക്കോ? അതൊന്നും സാരില്ല. സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് അറിയത്തില്ലേ? നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൂടെ? എനിക്ക് നല്ലോണം കുക്കിംഗ് അറിയില്ല എന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? സാരയില്ല, ഞങ്ങൾക്ക് തന്നെയല്ലേ. ഇവിടെ ഇപ്പൊ എത്ര ദിവസമെന്ന് വിചാരിച്ചിട്ടാ. എന്നിങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അറിയുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. കൊടുത്തു വിടൂ. ഞാൻ അപ്പഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങൾക്കല്ലേ വിശ്വാസം ഇല്ലാത്തത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? എന്താ? എനിക്ക് കുക്കിംഗ് നല്ല വശമില്ലാന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്നോട് വിളിച്ച് പറഞ്ഞേക്കുക ഹോസ്പിറ്റലിലോട്ട് ഫുഡ് റെഡിയാക്കി കൊണ്ടുപോവാൻ. എനിക്കറിയാം എന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അമ്മ ഇതൊക്കെ ചെയ്യുന്നതാ. നീ അതിനെ വേറെ രീതിയിൽ എടുക്കാതെ. അമ്മയ്ക്ക് പുറത്തുള്ള ഭക്ഷണം പറ്റാത്തോണ്ടല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നിന്നോട് മാത്രമല്ല, വേണമെങ്കിൽ എൻ്റെ അനിയത്തിയോടത്തും പറയായിരുന്നു. സാരമില്ല, ഇന്നൊരു ദിവസത്തേക്ക് നീ സെറ്റ് ചെയ്യും. നാളെ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്നാലും അമ്മ. അച്ഛൻ ഇപ്പോഴും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. നീ അതിന്റെ കൂട്ടത്തിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരി പ്ലീസ്. അച്ഛനൊട്ടും കുറവില്ലേ? ഡോക്ടർ പറഞ്ഞത് അച്ഛൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലെന്നാ. അമ്മ അച്ഛനെ കാണാൻ കയറിയപ്പോൾ അച്ഛൻ വിൽപ്പത്രത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്. അച്ഛനിപ്പോൾ അതാണ് തിരക്ക്. ശരിയാ, ഈ സമയത്താണ് ഇതൊക്കെ സംസാരിക്കുന്നേ. അച്ഛൻ പെട്ടെന്നൊന്ന് ഓക്കെ ആയി തിരിച്ചു വന്നാ മതിയായിരുന്നു. നീ പോയി ഫുഡ് റെഡിയാക്ക്, ഞാൻ വന്ന് ഫ്രഷ് ആവട്ടെ. വിചാരിച്ചതിനേക്കാൾ വേഗത്തിലാ കാര്യങ്ങളുടെയൊക്കെ പോക്ക്. എന്തായാലും അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. അയാളെ ഹോസ്പിറ്റലാക്കാനുള്ള നമ്മുടെ ഐഡിയയാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധി. വിഷ്ണു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? തീരെ മോശമല്ല. അല്ല, എന്ത് പറ്റി നിനക്ക്? വല്ലാത്തൊരു മാറ്റം. മാറ്റോ? എന്ത് മാറ്റം? അല്ല, സാധാരണ എന്നെ കുത്തി നോവിക്കാനും വിഷമിപ്പിക്കാനാണല്ലോ നീ ഇവിടെ വന്നിരിക്കാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അച്ഛൻ അമ്മയാണ് എല്ലാത്തിനും കാരണമെങ്കിലും അതിൽ എനിക്കും ചെറിയ പങ്കില്ലേന്ന് ഓർക്കുമ്പോൾ നാളെ നിങ്ങൾ അച്ഛനെ കാണാൻ പോകുമ്പോൾ ഞാനും വരട്ടെ. നീ ആയിട്ടത് പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നിനക്കതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സന്തോഷം. അതെ, നീ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ അച്ഛൻ ഏതോ വിൽപ്പത്രത്തിന്റെ കാര്യം പറഞ്ഞെന്ന്? പറഞ്ഞിരുന്നു. അപ്പൊ ശരിക്കും അച്ഛൻ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ആർക്കറിയാം. അച്ഛൻ ഇത് മാത്രമല്ല, അച്ഛൻ ഒരുപാട് സ്വത്തുവകകളൊക്കെ ഉണ്ട്. സ്ഥലമായിട്ടും ബിസിനസ്സായിട്ടൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളാരും ഇതിപ്പോൾ ചോദിക്കാറില്ല. എല്ലാം അച്ഛൻ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതെ, ഞാൻ കിടക്കട്ടെ? നീ കിടക്കാൻ നോക്ക്. ഇല്ല, വിഷ്ണു കിടക്ക്. എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ അത് തീർത്തിട്ടൊന്ന് കിടന്നോളാം. ശരി. അതെ, ആ ലൈറ്റും കൂടെ ഒന്ന് ഓഫ് ചെയ്യേ.
ഇല്ല അമ്മേ, ഞാൻ കണ്ടതാ. ഇരുട്ടായതുകൊണ്ട് ഒന്നും വ്യക്തമായില്ല. പക്ഷേ അതിൽ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. വിഷ്ണു പറഞ്ഞത് ശരിയാ, ആ കളവൻ്റെ കയ്യിൽ പൂത്ത സ്വത്തുണ്ട്. അല്ലാതെ പിന്നെ മിക്കവാറും പകുതിയല്ല, മുഴുവനും നമുക്കുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ ഈ കിഴങ്ങൻ്റെ കൂടെ ഇങ്ങനെ ഇത്രയും കാലം പിടിച്ചേക്കാൻ എനിക്കെന്താ വട്ടാണോ? ആ സോനയുടെ ഒക്കെ ലൈഫ് കാണുമ്പോഴേ എനിക്ക് കൊതിയാവുക. ഇന്ന് സിംഗപ്പൂരെങ്കിൽ നാളെ മലേഷ്യ. ഇവിടെ ഒരുത്തന്നെ തൊന്തയും തള്ളയും കെട്ടിപ്പിടിച്ചിരിക്കാൻ മാത്രമേ അറിയാവൂ. ഞാനിന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടേ അച്ഛനോട് നല്ല തഞ്ചത്ത് നിന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ എത്തിയ ഉടനെ തന്നെ ആ വിൽപ്പത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഇതിനിടയ്ക്ക് ആ വൈഷ്ണവി ഏറ്റവും വലിയ പ്രശ്നം. പകുതി അവക്ക് പോകുന്ന ആലോചിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അവളെ എവിടെ നിന്ന് പുറത്ത് ചാടിക്കണം. ആ, എൻ്റെ ടൈം വരും. ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ അമ്മ എങ്ങനെ വന്നേ? അവിടെ അച്ഛനെ കാണാനേ അപ്പുറത്തെ വീട്ടിലെ ശ്യാമും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ പോന്നു. അവിടെ മോനും അവിടെ ഉണ്ടല്ലോ. ഓ, അതിന് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്താ? അല്ല, വിഷ്ണു അവിടെ ഉണ്ടല്ലോ എന്ന് പറയേ. അത് ശരിയാ. പിന്നെ എനിക്ക് 2 ജോഡി ഡ്രസ്സ് എടുക്കണം അച്ഛനും. അതുമല്ല, പിന്നെ വേറെയും ഒരു കാര്യമുണ്ട്. എന്താ? ഇപ്പൊ തന്നെ മരുന്നിനും ടെസ്റ്റിനുമായിട്ട് നല്ലൊരു എമൗണ്ട് ചിലവായി. കയ്യിലുള്ള കാശെല്ലാം തീർന്നു. പിന്നെ ഇപ്പോഴും ഡോക്ടർ പറയണത് എന്താ വെച്ചാൽ ഇനി ഒരാഴ്ച കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ, നാളെ സൺഡേയുമാണ്, ബാങ്ക് അവധിയാണ്. ഇനിയിപ്പം നീ ഒരു കാര്യം ചെയ്യുമോ? നിന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പില്ലേ? അതിങ്ങനെ തന്നാൽ ഞാൻ ആ സുരേഷിന്റെ ഫൈനാൻസിൽ കൊണ്ടുപോയി പൈസ വാങ്ങിക്കായിരുന്നു. അതാ അമ്മേ, ഞാൻ അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചേക്കല്ലേ. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ പോയപ്പോ കൊണ്ടുപോയെന്ന്. പിന്നെ അതിങ്ങോട്ട് കൊണ്ടുവന്നില്ല, അവിടെ തന്നെ വച്ചേക്കാം. അപ്പൊ വിഷ്ണുവിന് വിഷ്ണുവിന് എന്തറിയാം? ഞാനല്ലേ അവിടെ കൊണ്ടുവച്ചത്. അവനൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഒന്നും ഇരിപ്പില്ല അമ്മേ. അമ്മ വൈഷ്ണവിയോട് ചോദിക്കാത്തെന്താ? അവക്കാണെങ്കിൽ വരാനും എളുപ്പമാണല്ലോ. ശരി, അപ്പൊ ഞാൻ വിളിക്കാം അപ്പൊ അവളെ. ഇപ്പൊ തരാം. കൊള്ളാലോ തളരെ ബൂതി. നീരെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങാതിരിക്കുവായിരുന്നു. അല്ല ദയാ, നിന്റെ ഗോൾഡ് ഒന്നും ഇവിടെ ഇല്ലല്ലേ? നിന്റെ വീട്ടിലാണോ? അതെ, വീട്ടിലാ. ഞാൻ അന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല. ആ, അതെന്തായാലും നന്നായി. പക്ഷെ അതുകൊണ്ടേ വൈഷ്ണവി കോൾ അടിച്ചു. എന്താ? അല്ല, അവൾ അമ്മയ്ക്ക് 2 വള ഊരി കൊടുത്തായിരുന്നു. ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ അടുപ്പിച്ച് വരുമെന്നാണ് പറയുന്നത്. അയ്യോ പാവം. അതുകൊണ്ടെന്താ, അമ്മ അവളോട് ആ ചിട്ടി പിടിച്ചെടുത്തോളാൻ പറഞ്ഞു. ഏത് ചിട്ടി? മറ്റേ 15 ലക്ഷത്തിന്റെ ചിട്ടിയില്ലേ, അത് അമ്മ അവളോട് വിളിച്ചെടുക്കാൻ പറഞ്ഞു. 15 ലക്ഷോ? ആ അതെ, സ്വർണം കൊടുത്തതിന് വരെ അമ്മ അവളോട് ആ ചിട്ടി വിളിച്ചെടുത്തോളാൻ പറഞ്ഞു. നിനക്ക് കിട്ടേണ്ടതാ, ഭാഗ്യമില്ലാതായിപ്പോയി. എന്ത് ചെയ്യേ? അല്ല, ഇതല്ലേ നിന്റെ ഗോൾഡ്? നീയല്ലേ പറഞ്ഞത് ഇവിടെ ഇല്ലാന്ന്? അല്ല, ഇതിവിടെ ഉണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് വന്നപ്പോഴേ കൊണ്ടുവന്നായിരുന്നു. ഞാൻ മറന്നുപോയതാ. ഇത് നീ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. അച്ഛന്റെ കാര്യമില്ലേ? അവൾക്ക് 15 ലക്ഷം കിട്ടിയെന്ന് കേട്ടപ്പോ പൊള്ളിയല്ലേ നിനക്ക്? ഛേ, നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരിക്കും ഇതിവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയതാ. ഇത് നീ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നോ അതോ ഞാൻ കൊണ്ട് കൊടുക്കണോ? എന്നാ പിന്നെ നീ കൊണ്ട് കൊടുക്ക്. ശരി. അതെ വിഷ്ണു, നിന്റെ അച്ഛനാണ്, അത് മറക്കരുത്. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേടാ? അല്ല, എന്ത് പറ്റി എന്റെ ഭാര്യക്ക്? ഭാര്യ അതിനേക്കാളേ വിധവേന്ന് വിളിക്കുന്നതാ നല്ലത്. കിടന്നലറണ്ട. നീ എന്നെ കബളിപ്പിക്കായിരുന്നു. അല്ല, രാവിലെ കാവടി തുള്ളി പോയതല്ലേ, ഇപ്പൊ കലിതുള്ളി വരെ എന്താ ഉണ്ടായത്? നീ അല്ലേ പറഞ്ഞ വൈഷ്ണവി അമ്മയ്ക്ക് വള കൊടുത്തു, അമ്മ തിരിച്ച് 15 ലക്ഷം കൊടുത്തു എന്നൊക്കെ? അതൊക്കെ കള്ളമായിരുന്നു. നീ എന്നോട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാ. അതെ, ഞാൻ കള്ളം പറഞ്ഞതാ. കാരണം ഞാൻ ആ കള്ളം പറഞ്ഞത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ ആ ഗോൾഡ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നിന്റെ അലമാരിലോട്ട് വന്നത്. നിനക്കെന്നെ അറിയില്ല. അല്ല,
പിന്നെ എനിക്കറിയാന്നുള്ള പോലെ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. എനിക്ക് എന്റെ ഗോൾഡ് കിട്ടണം. നിന്റെ ഗോൾഡ് എന്ന് പറയുന്നത് നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡ് ഒന്നും അല്ലല്ലോ. അത് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ വാങ്ങി തന്ന ഗോൾഡ് അല്ലേ. അതൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും കൂടിയാണ് ഞാൻ നിനക്ക് വാങ്ങി തന്നത്. എന്റെ ഗോൾഡ് എന്തിനുപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അച്ഛനേക്കാളും വലുതാണോ നിനക്ക് ആ ഗോൾഡ്? എന്താ സംശയം? നിനക്ക് ഉറപ്പുണ്ടോ നിന്റെ അച്ഛൻ പോയതുപോലെ തിരിച്ച് ജീവനോടെ വരുമെന്ന്? നിന്റെ അച്ഛന്റെ ശവം അടക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്റെ ഗോൾഡ്? എടാ, നീ എന്നെ തല്ലിയല്ലേ? എന്നോ ഞാൻ ഓങ്ങി വെച്ചതാ. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. ഇത് നിന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്തുണ്ടാവും അറിയോടാ നിനക്ക്? എന്താടി ഉണ്ടാവാൻ? നിന്റെ അച്ഛനെ ഇപ്പൊ ഈ കോലത്തിൽ കിടക്കാൻ കാരണം എന്താണെന്ന് നീ മറന്നുപോയോ? അതെ, ഒരു ഡിവോഴ്സ് പേപ്പറും കൊണ്ട് ഞാൻ അങ്ങ് കയറി ചെല്ലും അങ്ങ് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ നിന്റെ കൂടെ ജീവിക്കുന്നത് തന്നെ എന്റെ ഔദാര്യമായിട്ട് വേണം കണക്കാക്കാൻ, മനസ്സിലായോ? നേരെ മറിച്ച് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും കൂടെ നിന്റെ അമ്മയും വേണമെങ്കിലും തീരും. മകനെന്ന് വെച്ചാൽ അവർക്കങ്ങ് ജീവനാണല്ലോ. നിന്റെ ജീവിതം തകർന്നെന്നറിഞ്ഞാലേ നിന്റെ അച്ഛൻ പോയതുപോലെ തിരിച്ചു വരുമെന്ന് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഇത്ര ക്രൂരയാവുന്നത്? ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം പോലും അല്ല നീ എനിക്ക് തരുന്നത്. എന്നിട്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലേ നീ എന്നെ അതിനനുസരിച്ച് തൃപ്തിപ്പെടുത്തണം. 2 ദിവസത്തിനുള്ളിൽ എന്റെ ഗോൾഡ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. തരാം. എനിക്കറിയില്ല അമ്മ. വിഷ്ണു കിടന്ന് ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ ഞാൻ എന്നാ റൂമിൽ കയറിയത്. അന്ന് വിഷ്ണു അല്ലാണ്ട് ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഇനി ഞാൻ തിരിച്ചുപോയി നോക്കിയപ്പോ വിഷ്ണു ഉറങ്ങുന്ന പോലെ അഭിനയിച്ചതും ആവാം. എന്താ ശരിക്കും ഉണ്ടായെന്ന് എനിക്കൊരു പിടിയുമില്ല. ആ, അവൻ കളിക്കട്ടെ. അവൻ ഏതുവരെ പോകും നമുക്ക് നോക്കാം. എന്തായാലും അവന്റെ അച്ഛനെ ഓർത്ത് അവൻ അടങ്ങിക്കോളും. അല്ലെങ്കിലേ അവന്റെ അച്ഛന്റെ ശവം ഇവിടെ കിടത്തുന്നേ അവന് നന്നായിട്ട് അറിയാം. ഈ വീടും സ്ഥലവും സ്വത്തുക്കളൊക്കെ എന്റെ പേരിലൊന്നും ആയിക്കോട്ടെ, എല്ലാത്തിനും ഇവിടെ നിന്ന് ഓടിച്ചിറക്കും ഞാൻ. വേണ്ടി വന്ന വിഷം കൊടുത്ത് കൊല്ലാനും ഞാൻ മടിക്കില്ല. അവകാശികളുടെ എണ്ണം കൂടാതിരിക്കാനേ വൈഷ്ണവിയുടെ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചത് 2 തുള്ളി ഓയിലിന്റെ പുറത്താ അവളെ ഞാൻ മോളിൽ താഴെ തള്ളിയിട്ടത്. അതുവരെ ഇത്രയും കാലം അറിയാതെ കൊണ്ടുപോകാൻ എനിക്കറിയാമെങ്കിലേ. അമ്മ ഞാൻ പിന്നെ വിളിക്കാവേ. ഇതെല്ലാം അച്ഛൻ വന്നിട്ട് പോരെ? ഓനെ ഇത് അച്ഛന്റെ തീരുമാനം തന്നെയാ. അച്ഛന്റെ ആഗ്രഹം എന്ത് തന്നെയായിരുന്നാലും ഇപ്പൊ നടത്തി കൊടുക്കേണ്ട സമയമാ. എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളതല്ലേ. അമ്മ, ഈ സ്വത്തല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് വീഴ്ച തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഇവിടെ എല്ലാരും ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത്. അതൊക്കെ അച്ഛന്റെ മിടുക്കൊണ്ടല്ലേ. ശരിയാടാ, ഈ കാണുന്ന എല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാ. നിനക്കറിയാഞ്ഞിട്ടാ. കോടികൾ അച്ഛന്റെ പേരിലുള്ളത്. എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും തന്നെ ഉള്ളതല്ലേ. പിന്നെ വൈഷ്ണവിക്ക് ഇതൊന്നും വേണ്ടെന്നാ പറയണേ. അപ്പൊ പിന്നെ മൊത്തത്തില് സ്വത്തിന്റെ എല്ലാ അവകാശം നീയാണ്. അച്ഛൻ പറയണതേ ദയമോളും നമ്മളുടെ മോള് തന്നെന്നാ. അതുകൊണ്ട് സ്വത്തെല്ലാം അവളുടെയും നിന്റെയും പേരിൽ പകുതി എഴുതണമെന്നാ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അതൊന്നും വേണ്ട. എനിക്കുള്ളത് അവൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്, സമ്മതിച്ചു. പക്ഷെ അച്ഛന്റെ സ്വത്തിന് അവകാശം നമുക്ക് 2 പേർക്ക് തുല്യമായിട്ടുള്ളതാ. വൈഷ്ണുവിനുള്ളത് വൈഷ്ണുവിന്റെ പേര് തന്നെ എഴുതണം. ഞാൻ അവളോട് സംസാരിക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് എന്റെ പേരിൽ എഴുതിക്കോ. പക്ഷെ അവളുടെ പേരിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. എടാ, വൈഷ്ണവിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ദേ, അച്ഛൻ വക്കീലിനോട് സംസാരിച്ചു കഴിഞ്ഞ കാര്യം ഇതല്ല. അമ്മ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ദേഹിന് ഇത് ഇഷ്ടാവോ? ഇനി അവൾക്കിനി വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? എന്തിന്? അവൾക്ക് സന്തോഷം കാണുള്ളൂ. ഈ വീട് അവളുടെ പേരിലേക്ക് മാറ്റണം. അവള് പൊന്നുപോലെ നോക്കിക്കോളും. അമ്മ ചായ. നീ ഇതെപ്പോഴാ ഇതൊക്കെ ഉണ്ടാക്കിയേ? അമ്മ ക്ഷീണിച്ചു വരെയല്ലേ? അല്ല, അച്ഛനെടുത്ത് ആരാ അമ്മേ?
ആന്റിയും വൈഷ്ണവും ഉണ്ട്. അയ്യോ, അമ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ പോയില്ലായിരുന്നോ? അന്ന് സാരമില്ല. ആ വിഷ്ണു, ചായ എടുക്കട്ടെ? ചായയോ? ആ, എന്നാ ഈ നേരത്തെ ചായ കുടിച്ചാ പറ്റില്ലേ? ഓ കുടിക്കാം. അല്ല എന്താ പതിവില്ലാതെ ചായയൊക്കെ? എന്നാ നോക്കമ്മേ, എപ്പോഴും ഇങ്ങനെ ഓരോരോ കളിയാക്കല. അവന് വേറെ പണി വേണ്ട മോളെ. അതെ, വൈകുന്നേരത്തുള്ള അച്ഛനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഉണ്ടാക്കാം. ആവും പെണ്ണ്. അതെ അതെ, എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. വൈഷ്ണവിയുടെ കുഞ്ഞിനെ വരെ കൊന്നത് ഇവിടുത്തെ അവകാശികളുടെ എണ്ണം കൂടാതിരിക്കാനാ. 2 തുള്ളി ഓയിലില്ല അവളെ ഞാൻ മൂളിയിൽ താഴെ ഇട്ടത്. അതുവരെ ഇത്രയും കാലം ആരും അറിയാതെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെങ്കിൽ ഹലോ അമ്മേ, ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കൂ. എനിക്കറിയില്ല അമ്മേ, അന്നാണെങ്കിൽ വിഷ്ണു അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്തോ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ആ കൊച്ചിൻ്റെ പ്രേതം വല്ലതും ആയിരിക്കുമോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്, എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ നാശം പിടിക്കാത്ത അന്ത ഇങ്ങോട്ട് വന്നിട്ട് ആ മുദ്ര പേപ്പറൊക്കെ ഒന്ന് സൈൻ ചെയ്ത് തന്നാ മതിയായിരുന്നു. മോളെ, അമ്മയും വിഷ്ണു വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ആ ശരി. മോളെ നീ ഇവിടെ വന്നിരിക്കും. അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാഗം വെച്ച് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതിന്റെ പേപ്പേഴ്സാണ് ഇതെല്ലാം. ഈ വീടും സ്വത്തുക്കളും എല്ലാം ഇനി നിന്റെ നിയന്ത്രണത്തിലാണ്. അയ്യോ അമ്മ, എനിക്കോ? ഇതൊക്കെ വിഷ്ണുവിന് വൈഷ്ണുവിനും കൂടെ അവകാശപ്പെട്ടതല്ലേ? എന്താ, നീ ഞങ്ങളുടെ മകളല്ലേ? ഇതെല്ലാം നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിനക്കിതിലൊന്നും എതിർപ്പൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, എന്നാ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടും. എല്ലാവരുടെ തീരുമാനമല്ലേ, ഞാൻ എന്ത് എതിർക്കാൻ? നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ, നീയും വായിച്ചു നോക്കിയിട്ട് ഒപ്പിടും. എനിക്ക് എന്ത് എതിർപ്പമ്മേ, എനിക്ക് സമ്മതേ ഉള്ളൂ. എന്നാലും അങ്ങനെയല്ലല്ലോ, എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞ വായിച്ചിട്ട് ഒപ്പിടാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ട്. മോളെ വൈഷു, വൈഷു വന്നിട്ടുണ്ടോ? പുറത്തല്ല, അവിടെ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തുടക്കം മുതലായിട്ട് നിന്നെപ്പറ്റി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു നാൾ ശരിയാവെന്ന് വെച്ചിട്ടാ ഞാൻ അമ്മ ഒന്നും അറിയത്തോടെ കണ്ണടച്ച് പോയത്. പക്ഷെ നീ അച്ഛനെ വെച്ച് കളിച്ചു എന്ന് അറിഞ്ഞപ്പോ ഇനി ഞാൻ പുറക്കില്ല. ഞാൻ എല്ലാം സഹിക്കും, പക്ഷെ ഒരു ജീവൻ വെച്ചാ നീ കളിച്ചത്. നിന്റെ കവളത്ത് ഞാൻ കൈവയ്ക്കില്ല, കാരണം അതെന്റെ കൈയിനാണ് ദോഷം. അത്രയ്ക്ക് വിഷമാണ് നീ. ഇറങ്ങിക്കോടുന്ന്. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർത്ത് എന്നെ ട്രാപ്പിലാക്കിയതാണല്ലേ? അതെ, ഞാൻ നിന്റെ ഭാര്യയാ. നിനക്ക് അവകാശപ്പെട്ട ഇതെല്ലാം എനിക്കും കൂടെ ഉള്ളതാ. ഓ ശരിയാ, കൊച്ചമ്മ നേരത്തെ എല്ലാം സ്വന്തമാക്കി ഒപ്പിട്ടതല്ലേ, അല്ലേ അമ്മേ? എടി പിശാചിന്ന് പറഞ്ഞവളെ, രണ്ടുപേരും കൂടെ ഒപ്പിട്ടത് മ്യൂച്വൽ ഡിവോഴ്സിന്റെ പേപ്പറാ. വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോ ആക്രാന്തി ഒറ്റയടിക്കാൻ ഒപ്പിട്ടതല്ലേ? തീർന്നിട്ടില്ലടി, നിനക്കുള്ളത് ഓരോന്നോരോന്നായിട്ട് പിറകെ വരും. ഞാൻ അനുഭവിച്ചതിന്റെ 100 ഇരട്ടി നീ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു ഇനോഗ്രേഷൻ ആണ് ഇതെന്ന് നീ കരുതിയാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം കേരളോ. എന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു മുട്ടുസൂചി പോലും നീ എടുത്തു പോരുത്. ഇറങ്ങി പൊക്കോണം. വിഷ്ണു, ഇറങ്ങി പോടി.